ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ഷാജി മോനായി, നിങ്ങളുടെ സ്വന്തം ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇന്നലെ എടുത്തതിന്റെ ബാക്കി ഭാഗങ്ങളാണ്. ഇന്നലെ നമ്മൾ സ്വാഭാവികമായിട്ടും മോഡൽ ഓക്സിലറി വെർബുകളുടെ ഒരു യൂസേജ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ മോഡൽ ഓക്സിലറി വെർബുകൾ മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇത് സംസാരിക്കുന്ന ആളിന്റെ ഭാവം അല്ലെങ്കിൽ പ്രകൃതം ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡൽ ഓക്സിലറി വെർബുകൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. മലയാളത്തിൽ എന്തുകൊണ്ട് മോഡൽ ഓക്സിലറി വെർബുകളുടെ ആവശ്യം ഇല്ലാതായി പോയി എന്നുള്ളത് നമുക്കറിയാം. ഒരു വെർബിന് കൃത്യമായും മലയാളത്തിൽ എന്തുണ്ട്, ഭാവം പ്രകടിപ്പിക്കാനുള്ള രൂപങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ കളിക്കുക എന്നുള്ള ഒരു വെർബ് എടുക്കുകയാണെങ്കിൽ അതിന് കളിക്കുന്നു, കളിച്ചു, കളിക്കും, കളിച്ചേക്കാം, കളിക്കുമായിരിക്കും, കളിക്കുകയായിരുന്നു എന്നിങ്ങനെ 16ഓളം രൂപങ്ങളുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ വളരെ ചുരുങ്ങിയ രൂപങ്ങളാണ് ഒരു വെർബിനുള്ളത്. വെറും 5 രൂപങ്ങളെ ഉള്ളത്. അതിലത്തെ പ്രസന്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് ടെൻസിൽ ആകെ ഒരു അർത്ഥമേ ഉള്ളൂ. ബാക്കി വരുന്ന ഈ 3 വെർബുകൾ കൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഈ മലയാളത്തിന് സമാനമായി വരുന്ന 16 അർത്ഥങ്ങളും നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് സ്വാഭാവികമായും അതിന്റെ മുന്നിൽ ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന ഈ ഭാവങ്ങൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുടെ മൂഡ് എല്ലാം പ്രകടിപ്പിക്കാൻ വരുന്ന ഒരു വാക്കുകളെയാണ് മോഡൽ ഓക്സിലറി വെർബുകൾ എന്ന് പറയുന്നത്. സഹായക ക്രിയകൾ എന്നാണ് അതിന് പറയാം. സംസാരിക്കുന്ന ആളുടെ ഭാവം, മൂഡ് എന്നിവയൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ മോഡൽ ഓക്സിലറികൾ മൂഡ് എന്ന പദത്തിൽ നിന്നാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളുടെ മൂഡ് എങ്ങനെയായിരിക്കും എന്നതിനനുസരിച്ച് അതിന് ഒരു മെയിൻ ആയിട്ടൊരു അർത്ഥമുണ്ട്, ഒപ്പം തന്നെ അതിന് ഉപാർത്ഥങ്ങളുമുണ്ട്. അപ്പൊ നമ്മൾ ഇന്നതാണ് അതിന്റെ അർത്ഥം എന്ന് ഒറ്റക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്, അത് വേറൊരു സന്ദർഭത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിന് വേറെ അർത്ഥം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ എന്നുള്ള ഒരു തോന്നൽ. അതുകൊണ്ട് നമ്മൾ സമഗ്രമായി പഠിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഒന്നാമത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ മോഡൽ ഓക്സിലറി വെർബുകളെയും പിന്നെ സെമി മോഡൽ ഓക്സിലറി വെർബുകളെയും ഒന്ന് ഓടിച്ച് പഠിക്കുക എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ സന്ദർഭത്തിലും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും വളരെ ഈവൻ ടീച്ചേഴ്സിന് പോലും വളരെ കൺഫ്യൂഷനാണ്. ഇവിടെ ഇതിനാണോ ഇങ്ങനെ അർത്ഥം, ഹാവ് വരുമ്പോൾ വേറെ അർത്ഥമാണ്, മേ വരുമ്പോൾ എങ്ങനെയാണ്, മൈറ്റ് വരുമ്പോൾ ഇത്തരം കൺഫ്യൂഷൻസുകളുണ്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇന്നലെ പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. ഇന്നലെ നമ്മൾ പഠിച്ചത് മോഡൽ ഓക്സിലറി വില്ല്, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഷാൾ ആൻഡ് ഷുഡ്. ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഓക്കെ, ഇതെല്ലാം വരുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? വെർബിന്റെ തൊട്ട് മുമ്പ്, സബ്ജക്റ്റിന് തൊട്ട് ശേഷം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് ആണ് അഫർമേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിന് നമ്മൾ ചോദ്യരൂപമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിനെല്ലാം നമ്മൾ മുന്നേ കൊണ്ടുവെക്കും. സബ്ജക്റ്റിന് മുമ്പ് കൊണ്ടുവെക്കുമ്പോൾ അത് ചോദ്യരൂപമായി മാറും. മലയാളത്തിൽ കളിക്കുക എന്നൊരു പദം കളിക്കുമോ എന്നായി കഴിഞ്ഞാൽ ചോദ്യമോ. പക്ഷെ ഇംഗ്ലീഷിൽ അതിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ഐ വിൽ റൈറ്റ് എ ലെറ്റർ, ഞാനൊരു എഴുത്തെഴുതും. ഐ വുഡ് റൈറ്റ് എ ലെറ്റർ, ഞാൻ എഴുത്തെഴുതാറുണ്ടായിരുന്നു എന്നാണ് അതിന്റെ പ്രാഥമികമായ അർത്ഥം. ഐ ക്യാൻ റൈറ്റ് എ ലെറ്റർ, എനിക്കൊരു എഴുത്തെഴുതാൻ കഴിയും. ഐ കുഡ് റൈറ്റ് എ ലെറ്റർ, എനിക്ക് എഴുത്തെഴുതാൻ കഴിഞ്ഞു. ഐ മേ റൈറ്റ് എ ലെറ്റർ, ഞാനൊരു എഴുതിയേക്കാം. ഐ മൈറ്റ് റൈറ്റ് എ ലെറ്റർ, ഞാനൊരു എഴുതുമായിരിക്കും. ഐ മസ്റ്റ് റൈറ്റ് എ ലെറ്റർ, ഞാനൊരു എഴുതിയേ പറ്റൂ. ഐ ഷാൾ റൈറ്റ് എ ലെറ്റർ, ഞാൻ എഴുതും എന്നുള്ള ബില്ലിന്റെ അതേ അർത്ഥം തന്നെയാണ് ഐ ഷുഡ് റൈറ്റ് എ ലെറ്റർ, ഞാൻ എഴുതണം. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഓരോന്നിനും ഉദാഹരണ സഹിതം വില്ല്, ഒന്നാമത്തത് വില്ല്, അതിന്റെ 4 ഉദാഹരണങ്ങൾ, പിന്നെ വുഡ്, അതിന്റെ 4 ഉദാഹരണങ്ങൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്, ക്യാന്, കുഡ്, അതുപോലെ മേ, മൈറ്റ്, ഷാള്, ഷുഡ് ആൻഡ് മസ്റ്റ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ സെമി മോഡൽ ഓക്സിലറി വെർബുകളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് സെമി മോഡൽ ഓക്സിലറി വെർബുകൾ എന്ന് നോക്കാം. ഒന്ന് യൂസ് ടു, ought to, and have to, has to, had to, will have to, need it, had better. ഇതിങ്ങനെ കാറ്റഗറി ചെയ്യുന്നതിൽ ആധുനിക വ്യാകരണകർത്താക്കളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ വെർബൽ ആയിട്ടാണല്ലോ പരിഗണിക്കേണ്ടത്, ഇതിന് എന്തിനാണ് ഇങ്ങനെ പറയാം, അങ്ങനെ ചില തർക്കങ്ങളൊക്കെ ആധുനിക വ്യാകരണകർത്താക്കളിൽ. നമ്മളെ സംബന്ധിച്ച് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. നമുക്ക് ഇതിന്റെ യൂസേജുകൾ അറിയാതെ എന്നുള്ളതാണ്. ഓൾറെഡി ഇത് വെർബിന്റെ പോലെ തന്നെ നമുക്ക് പഠിക്കാം. കാരണം ഇത് വെർബായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയും ഒരു അർത്ഥമുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിൽ നമുക്ക് സംശയങ്ങളൊന്നും വേണ്ടതില്ല. എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ അർത്ഥം, നിത്യജീവിതത്തിൽ ഇതിന്റെ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യത്തെ സെമി മോഡൽ ഓക്സിലറി വെർബായ യൂസ് ടു എന്നുള്ളതിൽ നിന്ന് തുടങ്ങാം. ഓക്കെ,
യൂസ്ഡ് എന്നുള്ളതിന്റെ ഒന്ന് യൂസ്ഡ് ടു എന്നുള്ളതാണ് വരുന്നതെങ്കിലും അത് സംസാര ഭാഷയിൽ യൂസ്ഡ് എന്നുള്ള പ്രൊണൗൺസിയേഷൻ ആണ്. ഡി ഉച്ചരിക്കില്ല. അതായത് 3 കൺസണന്റ് ശബ്ദത്തിന്റെ നടുക്കൽ ഒരു ടിയോ ഡിയോ വരികയാണെങ്കിൽ നിങ്ങൾ അത് ഉച്ചരിക്കേണ്ടതില്ല എന്നുള്ളതാണ് സ്പോക്കൺ ഇംഗ്ലീഷിലെ നിയമം. ഓക്കെ, അതുകൊണ്ട് ബെസ്റ്റ് പെയിന്റ് എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ബെസ്റ്റ് പെയിന്റ് എന്നാണ് പറയാം. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ക്ലാസ് എന്നാണ് പറയാം. ഇവിടെ യൂസ്ഡ് ടു എന്ന് പറഞ്ഞതിന് പകരം യൂസ്ഡ് എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഒന്ന് പാസ്റ്റ് ഹാബിറ്റില്ല, നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന ശീലങ്ങളെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ യൂസ് ടു എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പൊ ചെയ്തിരുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരിക. ഉദാഹരണം നോക്കുമ്പോൾ ഐ യൂസ് ടു വേക്ക് അപ്പ് ഏർലി എവരി ഡേ, എല്ലാ ദിവസവും ഞാൻ നേരത്തെ എഴുന്നേറ്റിരുന്നു എന്നോ അല്ലെങ്കിൽ എഴുന്നേൽക്കാറുണ്ടായിരുന്നു എന്ന അർത്ഥം വരും. ഓക്കെ, ഐ യൂസ് ടു ഗെറ്റ് അപ്പ് ഏർലി എവരി ഡേ, ഐ യൂസ് ടു റീഡ് ബുക്സ്, ഞാൻ പുസ്തകം വായിച്ചിരുന്നു അല്ലെങ്കിൽ പുസ്തകം വായിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ വെരി വെൽ, ഞാൻ ഫുട്ബോൾ നന്നായി കളിച്ചിരുന്നു. ഇപ്പൊ അത്തരം പ്രവർത്തികളെല്ലാം നിന്നുപോയി. ഓക്കെ, ഇപ്പൊ അങ്ങനത്തെ ഒരു ശീലമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇല്ലാത്തതും എന്നാൽ മുമ്പ് ഉണ്ടായിരുന്നതുമായ പ്രവൃത്തികളെ കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? യൂസ് ടു എന്നുള്ളത് ഉപയോഗിക്കുന്നു. ചെയ്തിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഈ പാസ്റ്റ് സ്റ്റേറ്റുകളെ കുറിച്ച് പറയാനും നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥകളെ കുറിച്ച് പറയാനും, അതായത് ഇപ്പോഴില്ലാത്ത അവസ്ഥ മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥകളെ കുറിച്ച് പറയാനും നമ്മൾ എന്തുപയോഗിക്കും? യൂസ് ടു ഉപയോഗിക്കും. ആൻഡ് വി യൂസ് ടു ലീവ് ബൈ ദ ബീച്ച്, ഞങ്ങൾ ബീച്ചിന്റെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്, ഇപ്പൊ ഞങ്ങളല്ല എന്നർത്ഥം. ആൻഡ് ഹി യൂസ് ടു ബി മൈ നെയ്ബർ, അവൻ എന്റെ നെയ്ബർ ആയിരുന്നു, അവിടെ ആയിരുന്നു എന്ന് മാത്രം അർത്ഥം കൊടുത്താൽ മതി. ഹി യൂസ് ടു ബി എന്ന് വരുമ്പോൾ. ഓക്കെ, ഇപ്പോഴല്ല എന്നർത്ഥമുണ്ട്. അപ്പോൾ ആയിരുന്നു എന്നുള്ളതിന് വാസ് ഉപയോഗിച്ചാൽ പോരെ എന്നുള്ള ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും. വാസ് എന്ന് ഉപയോഗിക്കുമ്പോൾ ഇപ്പോഴും ആവാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. നേരെ മറിച്ച് യൂസ് ടു ബി എന്ന് ഉപയോഗിക്കുമ്പോൾ അതിപ്പോഴല്ല നിർബന്ധമായിട്ടും കഴിഞ്ഞു പോയിരിക്കുന്നത്. ഉദാഹരണത്തിന് ഹി യൂസ് ടു ബി മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ മൈ സ്കൂൾ ഡേയ്സ്, എന്റെ സ്കൂൾ ഡേയ്സിൽ അവൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു, അതിനർത്ഥം ഇപ്പോഴല്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ഹി വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ മൈ ഹി വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ സ്കൂൾ ഡേയ്സ് എന്ന് പറയുമ്പോൾ അവൻ എന്റെ അടുത്ത സുഹൃത്തായിരുന്നു, ഒരുപക്ഷെ ഇപ്പോഴും ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാസ്റ്റ് സ്റ്റേറ്റിന് ഉള്ള അർത്ഥം ആയിരുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ചെയ്തിരുന്നു, ചെയ്യാറുണ്ടായിരുന്നു, ആയിരുന്നു എന്നൊക്കെ അർത്ഥം. ഇവിടെ ആയിരുന്നു എന്നുള്ളത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം വരുന്നത് ഇപ്പോഴല്ല എന്നുള്ളതാണ്. ഇതിന് നെഗറ്റീവ് ഫോമുകൾ ഉണ്ടാക്കുന്നത് സാധാരണഗതിയിലുള്ള ഒരു മോഡൽ ഓക്സിലറി വെർബിന്റെ രൂപത്തിലല്ല. നമ്മൾ മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ഒരു നോട്ട് ചേർക്കലാണ് സാധാരണ ചെയ്യാറ്. പക്ഷെ ഇവിടെ ഒരു വെർബ് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേപോലെയാണ്. ഐ യൂസ്ഡ് നോട്ട് ടു ബി എന്നല്ല വരിക, ഐ ഡിൻറ്റ് യൂസ് ടു എന്നാണ്. ഞാൻ ചെയ്തിരുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ. ഐ ഡിൻറ്റ് യൂസ് ടു ലൈക്ക് കോഫി, ഞാൻ കോഫി ഇഷ്ടപ്പെട്ടിരുന്നില്ല, ബട്ട് നൗ ഐ ലവ് ഇറ്റ്, ഇപ്പൊ ഞാൻ അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നർത്ഥം. ഐ ഡിൻറ്റ്. ഓക്കെ, അപ്പൊ ഐ ഡിൻറ്റ് യൂസ് ടു ഗെറ്റ് അപ്പ് വെരി ഏർലി, ഞാൻ നേരത്തെ എഴുന്നേറ്റിരുന്നില്ല. ഐ ഡിൻറ്റ് യൂസ് ടു കോൾ വിത്ത് മൈ ഫ്രണ്ട്സ്, ഞാൻ എന്റെ സുഹൃത്തുക്കളുമായിട്ട് വഴക്കടിച്ചിരുന്നില്ല. അതിനർത്ഥം ഇപ്പോഴുണ്ട് എന്നാണ്. ഓക്കെ, അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഐ ഡിൻറ്റ് യൂസ് ടു നെഗറ്റീവ് ഫോംസ് ഉപയോഗിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഈ ഡിഡ് എന്നുള്ളത് നമ്മൾ ആദ്യം കൊണ്ടുവരും. ഇവിടെ നെഗറ്റീവ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഴുതുന്ന സമയത്ത് ഐ ഡിൻറ്റ് യൂസ്ഡ് എന്ന് വരുന്നില്ല എന്നുള്ളതാണ്. യൂസ്ഡ്. ഓക്കെ, ഈ ഡി ഓൾറെഡി ഇവിടെ ഡിഡിന്റ് വന്നതോടുകൂടി അടുത്ത യൂസ് എന്നുള്ളത് പോയി. എഴുതുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഡി ഇല്ല. നേരെ മറിച്ച് പോസിറ്റീവ് സെന്റൻസ് വരുമ്പോൾ ഐ യൂസ്ഡ് എന്നാണ് പറയുന്നത്. ഐ ഡിൻറ്റ് യൂസ് ടു ലൈക്ക്. ഓക്കെ, ഐ ഡിൻറ്റ് യൂസ് ടു ലൈക്ക്. ഓക്കെ, പക്ഷെ പ്രൊണൗൺസിയേഷനിൽ രണ്ടും ഒരുപോലെയാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്കത് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത് മാത്രം. ഈ ക്വസ്റ്റ്യന്റെ രൂപം എന്താണ്? ഡിഡ് യു യൂസ് ടു പ്ലേ എനി സ്പോർട്സ്, നിങ്ങൾ എന്തെങ്കിലും സ്പോർട്സുകൾ ചെയ്തിരുന്നോ അല്ലെങ്കിൽ കളിച്ചിരുന്നോ? ഓക്കെ, അങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടായിരുന്നു. ഡിഡ് യു യൂസ് ടു റീഡ് എ ബുക്ക്, നിങ്ങൾ ഒരു പുസ്തകം വായിച്ചിരുന്നോ? ഓക്കെ, പുസ്തകം വായിക്കാറുണ്ടായിരുന്നോ? അപ്പൊ ചെയ്തിരുന്നോ, ചെയ്യാറുണ്ടായിരുന്നോ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? യൂസ് ടു എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത്? പ്രാക്ടിക്കൽ ആയിട്ടുള്ള യൂസേജ്. ഒരു പെന്നും പേപ്പറും എടുക്കുക. ഓക്കെ, ജസ്റ്റ് നമ്മൾ നൊസ്റ്റാൾജിക് ആയിട്ട് കുറച്ച് ബാക്കിലേക്ക് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നു മുന്നേ, ഇപ്പൊ നിർത്തിയിരുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഉദാഹരണത്തിന് ഐ യൂസ് ടു വെയർ സ്കേർട്സ്. ഓക്കെ, ഇപ്പൊ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. ആൻഡ് ഐ യൂസ് ടു ഗെറ്റ് അപ്പ് വെരി ഏർലി, ഇപ്പൊ ഞാൻ നേരത്തെ എഴുന്നേൽക്കാറില്ല. അങ്ങനെ മുന്നേ ചെയ്തിരുന്ന കുറെ കാര്യങ്ങൾ, മുന്നേ ചെയ്യാതിരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഇപ്പൊ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഐ ഡിൻറ്റ് യൂസ് ടു ഗോ ടു വർക്ക്, ഞാൻ ജോലിക്ക് പോയിരുന്നില്ല വെൻ ഐ വാസ് എ ചൈൽഡ്, ഇപ്പൊ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, അങ്ങനെ ചെയ്യാറുള്ളതും ചെയ്യാറില്ലാത്തതുമായ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചതിന് ശേഷം പുസ്തകം ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഓർമ്മയിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓരോന്നും 2 or 3 പ്രാവശ്യം അല്ലെങ്കിൽ നാവിന് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തുന്നവരെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം ഹാവ് ടു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഒരു ഹാവ് ടു എന്നുള്ളത് ഹാവ് അല്ല ഹാവ് ടു ആണ്. ഹാവിനും ഹാവ് ടുനും രണ്ടർത്ഥമാണ്. ഹാവിന് ശേഷം ഒരു വെർബിന്റെ 4ാമത്തെ ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. അതായത്
പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുക. അപ്പൊ ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം വരിക. ഐ ഹാവ് ഗോൺ എന്നാണ് പറയാം. നേരെ മറിച്ച് ഐ ഹാവ് ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോം ഉപയോഗിക്കാൻ പാടുള്ളൂ. എല്ലാ മോഡൽ ഓക്സിലറി വെർബുകൾക്ക് ശേഷം ഉപയോഗിക്കുന്ന ആദ്യത്തെ രൂപം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് അതിനർത്ഥം വരിക. ഓക്കെ, ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നെസസിറ്റികൾ അല്ലെങ്കിൽ നമ്മൾ കടമകൾ ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാവ് ടു ഉപയോഗിക്കുന്നത്. നോക്കാം. ഐ ഹാവ് ടു ഫിനിഷ് ദിസ് റിപ്പോർട്ട് ബൈ 5 PM. 5 മണി ആകുമ്പോഴേക്കും എനിക്ക് ഈ റിപ്പോർട്ട് ഫിനിഷ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം വരും. ഓക്കെ, അപ്പോൾ ചെയ്യാനുണ്ട് എന്നർത്ഥം വരാം, ചെയ്യേണ്ടതുണ്ട് എന്നും അർത്ഥം വരാം. അത് സാന്ദർഭികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ക്ലാസ്സസ് 6:30 എവറി ഡേ. എനിക്ക് എല്ലാ ദിവസവും 6:30 ക്ലാസ് എടുക്കാനുണ്ട് അല്ലെങ്കിൽ ക്ലാസ് എടുക്കേണ്ടതുണ്ട്. ആൻഡ് ഐ ഹാവ് ടു പ്രൊട്ടക്ട് മൈ ഫാമിലി. എൻ്റെ ഫാമിലിയെ ഞാൻ സംരക്ഷിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യാനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതിന്റെ നെഗറ്റീവ് ഇതേപോലെ തന്നെ സാധാരണഗതിയിൽ മോഡൽ ഓക്സിലറി വെർബുകൾക്ക് ശേഷം നോട്ട് ചേർക്കുക എന്നുള്ള രീതിയല്ല, യു ഡോണ്ട് ഹാവ് ടു എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സബ്ജക്ട് ഒബ്ജക്ട് ഒരു പ്രശ്നം. എല്ലാ മോഡൽ ഓക്സിലറി വെർബ്, പ്യുവർ മോഡൽ ഓക്സിലറി വെർബ് സബ്ജക്ട് ആരായാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഐ ഹാവ് ടു എന്നുള്ളതിന് പകരം ഹി അല്ലെങ്കിൽ ഷീ, ഐ ഒഴികെയുള്ള ഏകവചനാണെങ്കിൽ ഹാസ് ടു എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള യൂസേജ് നമ്മൾ ഹാവ് ടുന്റെ സെപ്പറേറ്റ് ലെസൺസിലുണ്ട്. പക്ഷെ ഇവിടെ അതുകൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. നെഗറ്റീവ് വരുമ്പോൾ യു ഡോണ്ട് ഹാവ് ടു ബ്രിങ് എനിത്തിങ് ടു ദ പാർട്ടി. നിങ്ങൾ ഒന്നും പാർട്ടിക്ക് കൊണ്ടുവരേണ്ടതില്ല, ചെയ്യേണ്ടതില്ല എന്നുള്ള അർത്ഥം. യു ഡോണ്ട് ഹാവ് ടു കം ടു ദ ക്ലാസ് ഓൺ സൺഡേ. നിങ്ങൾ ഞായറാഴ്ച ക്ലാസ്സിലേക്ക് നിങ്ങൾ വരേണ്ടതില്ല, ബിക്കോസ് ഇറ്റ്സ് ഹോളിഡേ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ യു ഡോണ്ട് ഹാവ് ടു എന്നുള്ളതാണ്, ചെയ്യേണ്ടതില്ല എന്നാണ് അർത്ഥം വരുന്നത്. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡു എന്നുള്ളതിന് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നു. ഡു വി ഹാവ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ? നമ്മൾ നാളത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടോ? ഡു ഐ ഹാവ് ടു കം ടുമോറോ? ഞാൻ നാളെ വരേണ്ടതുണ്ടോ? ഡു ഐ ഹാവ് ടു പ്രാക്ടീസ് ഓൾ ദീസ് തിങ്സ് അറ്റ് വൺസ്? എല്ലാം ഒറ്റയടിക്ക് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടോ? അപ്പൊ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാനാണ് നമ്മൾ ഡു, ഐ ഹാവ് ടു, ഡു, വി ഹാവ് ടു ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹാവ് ടു, ഐ ഹാവ് ടു എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതുണ്ട്. എന്റെ നെക്സ്റ്റ് ഐ ഡോണ്ട് ഹാവ് ടു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതില്ല. ഡു ഐ ഹാവ് ടു, ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഇതിന് പാസ്റ്റും ഫ്യൂച്ചറൊക്കെ ഉണ്ട്. മറ്റുള്ള ഇതിനൊന്നും എന്തില്ല, പ്യുവർ മോഡൽ ഓക്സിലറി വെർബുകൾക്ക് ഫ്യൂച്ചർ ഇല്ല. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഇതിന് ഫ്യൂച്ചറും പാസ്റ്റും ഉണ്ട്. ഐ ഹാഡ് ടു വേക്ക് അപ്പ് ഏർലി യെസ്റ്റർഡേ ഫോർ എ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി എനിക്ക് ഇന്നലെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു. അപ്പൊ ഹാഡിച്ചു എന്ന് വരുമ്പോൾ ചെയ്യേണ്ടി വന്നു എന്നാണ് അർത്ഥം വരിക. ഈ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് വെച്ചെങ്കിൽ ഈ ഹാവ് ടുവിന് മുന്നേ വിൽ ചേർക്കും. സ്വാഭാവികമായിട്ടും വില്ലാണല്ലോ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഐ വിൽ ഹാവ് ടു ഗോ, എനിക്ക് പോകേണ്ടി വരും എന്നർത്ഥം. അതായത് ഭാവിയിൽ നമുക്കൊരു നെസസിറ്റി ഉണ്ടാവും. നമ്മൾ ഡെയിലി കട തുറക്കുന്ന ആളാണ്, ഞാനാണ് അത് ഡെയിലി ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഓഫീസ് തുറക്കുന്ന ആൾ ഞാനാണെങ്കിൽ അതെന്റെ ഡ്യൂട്ടിയാണ്. അപ്പം ഞാൻ എന്താ പറയുക, ഐ ഹാവ് ടു ഓപ്പൺ മൈ ഷോപ്പ് അറ്റ് 9 o'clock എവറി ഡേ. അതെന്റെ ഡ്യൂട്ടിയാണ്. നേരെ മറിച്ച് എന്റെ സ്റ്റാഫാണ് കട തുറക്കുന്നതെങ്കിൽ ഓക്കെ, എനിക്ക് ആ ഡ്യൂട്ടി ഇല്ല. പക്ഷെ സ്റ്റാഫ് ഒരു ദിവസം ലീവ് എടുക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും എന്നർത്ഥം. അപ്പൊ ഐ വിൽ ഹാവ് ടു എന്നാണ് അപ്പൊ നമ്മളോട്, ഐ വിൽ ഹാവ് ടു ഓപ്പൺ മൈ ഷോപ്പ് ടുമോറോ ബിക്കോസ് മൈ സ്റ്റാഫ് ഈസ് നോട്ട് കമ്മിങ് ടുമോറോ. നാളെ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് കട തുറക്കേണ്ടി വരും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അതാണ് ഹാവ് ടു എന്നുള്ളത്. അപ്പൊ ഐ ഹാവ് ടു, ഞാൻ ചെയ്യേണ്ടതുണ്ട്. ഐ ഹാവ് ടു, എനിക്ക് ചെയ്യേണ്ടി വന്നു. ഐ വിൽ ഹാവ് ടു, ഞാൻ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഇത് വളരെ എന്താണ് പറയാ, നമുക്ക് നിത്യജീവിതത്തിൽ വളരെയധികം യൂസ് ചെയ്യേണ്ടി വരുന്ന ഒന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ യൂസേജ് എന്നുള്ളത് എന്താണ്? നമുക്ക് നിത്യജീവിതത്തിൽ ചെയ്യേണ്ടതുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ ചെയ്യേണ്ടതുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ എഴുതുക എന്നുള്ളതാണ്. ആ ലിസ്റ്റ് എഴുതിയതിനു ശേഷം ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാം. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ചെയ്യേണ്ടതില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടായിരിക്കാം. ഐ ഡോണ്ട് ഹാവ് ടു എന്ന് എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുക. കാരണം നമ്മൾ സംസാരിക്കുന്നത്, ഒരു ദിവസം സംസാരിക്കുന്നതിലധികം നമ്മൾ ഒബ്ലിഗേഷൻസിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടികളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ഒരു ഉപദേശം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ യു ഹാവ് ടു എന്നാണ് പറയുന്നത്, നിങ്ങളത് ചെയ്യേണ്ടതുണ്ട്. യു ഹാവ് ടു സ്റ്റഡി വെരി ഹാർഡ് ഇഫ് യു വാണ്ട് ടു പാസ് എക്സാമിൻ വെരി ഗുഡ് ഗ്രേഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരാൾക്ക് ഉപദേശം കൊടുക്കാനൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് ഇതേപോലെ റൈറ്റ് ചെയ്യുക. അപ്പോൾ 2 ഡ്രിൽസായി. ഒന്ന് നിങ്ങളുടെ പാസ്റ്റ് ഹാബിറ്റുകളെ കുറിച്ച് പറയാൻ, ഒന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ ഡ്യൂട്ടികളെ കുറിച്ച് പറയാനും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂസ് ടു ആൻഡ് ഹാവ് ടു എന്നുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഐ നിഡ്ന്റ് എന്നുള്ളത്. ഓക്കെ, ഇത് നീഡ് എന്നുള്ളത് വെർബായിട്ടും യൂസ് ചെയ്യും, ഒപ്പം തന്നെ സെമി മോഡൽ ഓക്സിലറി ആയിട്ടും യൂസ് ചെയ്യും. സെമി മോഡൽ ഓക്സിലറി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ നെഗറ്റീവ് ഫോം മാത്രമാണ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ഈ നിഡിൻറ്റ് എന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മോഡൽ ഓക്സിലറിക്ക് പറഞ്ഞ അതേ ഗ്രാമാറ്റിക്കൽ നിയമങ്ങളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. എക്സ്പ്രസിങ് ലാക്ക് ഓഫ് നെസസിറ്റി, ആവശ്യകത ഇല്ലായ്മയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, നിജിൻറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, യു നിജിൻറ്റ് എന്നുള്ള സാധനം, യു നീഡ് ഇറ്റ് എന്നല്ല, യു നിജിൻറ്റ്. ഓക്കെ, യു നിജിൻറ്റ് ബ്രിങ് എനി ഫുഡ്, ഒരു ഭക്ഷണം നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഓക്കെ, യു വി ഹാവ് ഗോട്ട് പ്ലന്റി ഹിയർ, നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, യു നിഡിൻറ്റ് കം ടുമോറോ, നിങ്ങൾ നാളെ വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരാവശ്യമില്ല എന്ന് പറയുമ്പോൾ ഐ നിഡിൻറ്റ് ടോക്ക് ടു യു, എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഐ നിഡിൻറ്റ് ചെക്ക് ദ ക്ലാസ്സസ് ഓൺ സൺഡേ, എനിക്ക് ഞായറാഴ്ച ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഒരു പൊളൈറ്റ്, രണ്ടാമത്തെ ഒരു യൂസേജ് വരുന്ന നോക്കാം. പൊളൈറ്റ് ആയിട്ടുള്ള ഒരു സജഷന് നമുക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ, യു നിഡിൻറ്റ് വറി അബൌട്ട് ദ ഡെഡ് ലൈൻ. ഇനി ഡെഡ് ലൈനെ കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല, കാരണം ഇറ്റ് ഹാസ് ബീൻ എക്സ്റ്റെൻഡ്, അത് നീട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ സമയപരിധിയെ കുറിച്ച് നിങ്ങൾ വെറി ആവേണ്ട ആവശ്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല, അത് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ യു നിഡിൻറ്റ് വളരെ കാഷ്വലായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. ഡിഫറൻസ് ഫ്രം ഡോണ്ട് നീഡ് ടു. ഓക്കെ, യു ഡോണ്ട് നീഡ് ടു കോൾ റൈറ്റ് നൗ, നിങ്ങളിപ്പോൾ വിളിക്കേണ്ട ആവശ്യമില്ല. ഈ യു ഡോണ്ട് നീഡ് ടു എന്ന് പറഞ്ഞാലും എന്താണ്, ആവശ്യമില്ല എന്നുള്ളതിന് സെയിം അർത്ഥമാണ്. പക്ഷെ അപ്പോൾ ഇവിടെ ഒരു വെർബായിട്ടാണ് നീഡ് ഉപയോഗിച്ചിട്ടുള്ളത്. യു ഡോണ്ട് നീഡ് ടു കോൾ റൈറ്റ് നൗ, നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വെർബായിട്ട് ഉപയോഗിക്കും, ഒപ്പം തന്നെ എന്തായിട്ട് ഉപയോഗിക്കും, സെമി മോഡൽ ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കും. രണ്ടിന്റെ അർത്ഥം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ഫോർമൽ കോണ്ടെക്സ്റ്റിൽ ഗെസ്റ്റ് നിഡിൻറ്റ് റിമൂവ് ദെയർ ഷൂസ്, അതിഥികൾ അവരുടെ ഷൂസ് അഴിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഏത് ചെറിയ കുട്ടിക്കും ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സംഭവമാണിത്. ഓക്കെ, ഇതിന്റെ അർത്ഥം അതിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, സബ്ജക്റ്റ് പ്രശ്നങ്ങളില്ല. ഹി നിഡിൻറ്റ്, ഹി വരുമ്പോൾ ഹി നീഡ്സ് ഇറ്റ് എന്നുള്ള വെർബ് രൂപമൊന്നും ഉപയോഗിക്കില്ല, ഹി നിഡിൻറ്റ് എന്ന് തന്നെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അവൻ അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥമാണ്. അതിൽ കൺഫ്യൂഷൻസ് വളരെ കുറഞ്ഞൊരു സെമി മോഡൽ ഓക്സിലറിയാണ് യു നിഡിൻറ്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നോക്കൂ ഹാഡ് ബെറ്റർ. അടുത്തത്, ഇത് നമ്മൾ വളരെ എന്താ പറയാ, പല ആളുകൾക്ക് കൺഫ്യൂഷൻ ആക്കുന്നത്. ബെറ്റർ ഒന്ന് വേറെ, ഹാഡ് വേറെ, ഹാഡിന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അർത്ഥം വരാം. ഓക്കെ, പിന്നെ ഹാഡ് ബെറ്റർ രണ്ടും കൂടിയിട്ട് നമ്മൾ ഹാഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബെറ്റർ, അപ്പൊ ബെറ്റർ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആ കൺഫ്യൂഷൻസ് എല്ലാം നിങ്ങൾ ഒഴിവാക്കുക. ഈ രണ്ട് പദം കൂടി ഒന്നിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരാളിനെ ശക്തമായ ഒരു ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മൾ ശക്തമായ ഒരു ഉപദേശം കൊടുക്കാനോ ഉപയോഗിക്കുന്നത്. നിങ്ങൾ അത് ചെയ്യുകയാണ് നല്ലത് എന്ന് പറയുന്ന ഒരർത്ഥത്തിലാണ്. ഓക്കെ, യു ഹാഡ് ബെറ്റർ പേ മൈ മണി ബാക്ക്, അതർവൈസ് ഐ വിൽ കംപ്ലൈന്റ് ടു ദ പോലീസ്. എന്റെ പണം തിരിച്ചു തരികയാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ത്, യു ഹാഡ് ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ ശക്തമായ ഒരു ഉപദേശം കൊടുക്കാൻ ഉപയോഗിക്കും, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉപദേശം കൊടുക്കാൻ നമ്മൾ ഹാഡ് ബെറ്റർ ഉപയോഗിക്കും. നമ്മളൊരു ഫ്രണ്ട് പനിച്ചു കിടക്കുകയാണ്. ഓക്കെ, നമ്മൾ കാണാൻ വേണ്ടി പോയി. ഓക്കെ, ഒരാഴ്ചയായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, പനി മാറിയിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ തൊട്ട് നോക്കിയിട്ട് പറയാം, ഓ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് അനദർ ഡോക്ടർ ഇൻ മൈ ഒപ്പീനിയൻ. എന്റെ അഭിപ്രായത്തിൽ വേറൊരു ഡോക്ടറെ നിങ്ങൾ കാണിക്കുകയാണ് നല്ലത്. അപ്പൊ ശക്തമായ ഉപദേശം കൊടുക്കാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ നമ്മൾ ഉപയോഗിക്കും സ്ട്രോങ് അഡ്വൈസ് ഓർ റെക്കമെൻഡേഷൻ. ആൻഡ് യുഡ് ബെറ്റർ സ്റ്റഡി ഫോർ എക്സാം ടുമോറോ, പരീക്ഷയ്ക്ക് നാളെ പഠിക്കുകയാണ് നല്ലത് എന്നൊക്കെ. അപ്പോൾ യു ഹാഡ് ബെറ്റർ, യു ബെറ്റർ, യു ഹാഡ് എന്നുള്ള വളരെ നീട്ടിട്ടില്ല, യുഡ് ബെറ്റർ എന്നുള്ള സംഗതികൾ വരിക. ഓക്കെ, വാർണിംഗ് ആൻഡ് കൺസിക്വൻസസ്, വാർണിംഗ് കൊടുക്കാൻ, യുഡ് ബെറ്റർ ലീവ് നൗ, ഇപ്പൊ പോവാണ് നല്ലത്, ഓർ വി വിൽ മിസ് ദ ട്രെയിൻ, അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ മിസ് ആവും. ഓക്കെ, and contraction for informality. You'd better apologize before it's too late. Okay, അത് വൈകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാണ് നല്ലത്, നിങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് നല്ലത്. അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ചെയ്യുകയാണ് നല്ലത് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ. ഇനി നമുക്ക് നോക്കാം, അടുത്തത് നോക്കാം, ബി ഏബിൾ ടു എന്നുള്ളത്. ഈ ബി ഏബിൾ ടു സെമി മോഡൽ ഓക്സിലറീസിൽ പെടുത്തണോ, അല്ലെങ്കിൽ അങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ട്. അത് വേറെ വെർബായിട്ട് തന്നെ നിർത്തിയത്. പക്ഷെ നമ്മൾ പഠന സൗകര്യാർത്ഥം നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, നമ്മളെ സംബന്ധിച്ചത് സെമി മോഡൽ ഓക്സിലറീസ് ആണ്. ക്യാൻ എന്നുള്ള പദത്തിന് തത്തുല്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ത്, ബി ഏബിൾ ടു എന്നുള്ളത്. ഈ ക്യാൻ എന്നുള്ളത് ഇപ്പോഴത്തെ കഴിവിനെ സൂചിപ്പിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇപ്പോൾ നേടിയിട്ടുള്ള കഴിവിനെ, ഭാവിയിൽ വരാനിരിക്കുന്ന കഴിവിനെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കില്ല, ക്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, വരാൻ പോകുന്നതല്ലേ. ക്യാൻ എന്ന് പറയുന്നത് പ്രസന്റും പാസ്റ്റും മാത്രമേ ഉള്ളൂ, ഫ്യൂച്ചർ ഇല്ല. അപ്പൊ ഐ വിൽ ക്യാൻ എന്ന് പറയാൻ പറ്റില്ല വരാൻ പോകുന്ന കഴിവില്ല. വില്ലും ക്യാൻ ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല, രണ്ട് മോഡൽ ഓക്സിലറീസ് ഒന്നിച്ച് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ സാങ്കേതികമായി ക്യാൻ സാധ്യമല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ബി ഏബിൾ ടു ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നാണ് അർത്ഥം, ഇപ്പോഴുള്ള കഴിവാണ്. ഓക്കെ, 2 മാസം കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ആഫ്റ്റർ 2 months എന്ന് പറയില്ല. ഓക്കെ, ഐ വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ആഫ്റ്റർ 2 months എന്നാണ്
നമുക്ക് നേറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷുകാരുടെ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ ക്യാന് ശേഷം ഹാവ് ഉപയോഗിക്കാന്നുള്ളത്. ഓക്കെ, ഐ ഹാവ് ആണല്ലോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് പറഞ്ഞു ഐ ഹാവ് ഗോൺ. അപ്പൊ ഐ ഹാവ് ക്യാൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഹാവിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ക്യാൻ എന്നുള്ളതിന് എന്തില്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇല്ല. അപ്പൊ ഐ ഹാവ് ക്യാൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ബി എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് ഏബിൾ ടു ഉപയോഗിക്കും. ഐ ഹാവ് ബീൻ ഏബിൾ ടു അച്ചീവ് എ ലോട്ട് ഓഫ് തിങ്സ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് ബീൻ ഏബിൾ ടു. അങ്ങനെ ക്യാൻ സാങ്കേതികപരമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ബി ഏബിൾ ടു ഉപയോഗിക്കുന്നത്. കഴിയുമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഐ ആം ഏബിൾ ടു വർക്ക് ഫ്രം ഹോം ടുഡേ. ഓക്കെ, എനിക്കിന്ന് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഐ ആം ഏബിൾ ടു അതിന്റെ പ്രസന്റ് ആണ്. ഇതിന് പാസ്റ്റ് ഉണ്ട്, അപ്പൊ ആം എന്നുള്ളത് വാസ്. ഷി വാസ് ഏബിൾ ടു ഫിനിഷ് ദ പ്രോജക്ട് ഓൺ ടൈം. അവൾക്ക് കഴിഞ്ഞിരുന്നു എന്നർത്ഥം വരും. ഷി വാസ് ഏബിൾ ടു ഫിനിഷ് ദ പ്രോജക്ട് ഓൺ ടൈം. പ്രോജക്റ്റ് സമയത്ത് അവൾക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതിന് ഫ്യൂച്ചർ ഉണ്ട്, വി വിൽ ബി ഏബിൾ ടു ട്രാവൽ നെക്സ്റ്റ് ഇയർ. ഞങ്ങൾ അടുത്ത വർഷം ട്രാവൽ ചെയ്യാൻ കഴിയും. അതേപോലെ പെർഫെക്റ്റുകളുണ്ട്, ആൻഡ് ഐ ഹാവ് ബീൻ ഏബിൾ ടു അച്ചീവ് ദാറ്റ് തിങ്. അത് എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഐ ഹാഡ് ബീൻ അച്ചീവ്, എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ബി ഏബിൾ ടു എന്നുള്ളത് ക്യാന് തുല്യമാണ്. ക്യാൻ സാങ്കേതികപരമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ബി ഏബിൾ ടു ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫ്യൂച്ചറിൽ നമുക്ക് വില്ലും ക്യാനും കൂടി ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല, വരാൻ പോകുന്ന കഴിവുകൾക്ക്. അതുകൊണ്ട് നമ്മൾ ബി ഉപയോഗിക്കുക. അതുപോലെ പെർഫെക്റ്റ് ടെൻസുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ബീൻ ഏബിൾ ടു എന്നുള്ളത് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ചെയ്യാൻ കഴിയും എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് we will be able to with model verbs for possibility or necessity, and you might be able to നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം എന്നർത്ഥം വരും. അപ്പൊ നമ്മൾ സാധ്യതയെ കുറിക്കാൻ നമ്മൾ മൈറ്റ് ആണ് ഉപയോഗിക്കുക. പിന്നെ കഴിവിനെ കുറിക്കാൻ ക്യാൻ വരണം. അപ്പൊ യു മൈറ്റ് ക്യാൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം മൈറ്റും ക്യാനും മോഡൽ ഓക്സിലറീസ് ആണ്. രണ്ട് മോഡൽ ഓക്സിലറീസ് ഒരു സെന്റൻസിലൊപ്പം വരാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മൈറ്റിന് ശേഷം ബി ഏബിൾ ടു എന്നുള്ളതിന് പകരം യു മൈറ്റ് ബി ഏബിൾ ടു, ക്യാൻ എന്നുള്ളതിന് പകരം യു മൈറ്റ് ബി ഏബിൾ ടു. ഓക്കെ, അപ്പൊ യു മൈറ്റ് ബി ഏബിൾ ടു സോൾവ് ദിസ് പ്രോബ്ലം. നിങ്ങൾക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയുമായിരിക്കും. മൈറ്റ് എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ ഇന്നലെ പറഞ്ഞു, ലെസ് പോസിബിലിറ്റീസ് ആണ് നമ്മൾ മൈറ്റിന് കൊടുത്തിട്ടുള്ളത്. വളരെ സാധ്യത കുറഞ്ഞൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഐ വിൽ പാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പാസ്സാവും. ഐ മേ പാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പാസ്സായേക്കാം. ഐ മൈറ്റ് പാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പാസ്സാവുമായിരിക്കും. ഒക്കെ സാധ്യത കുറയുമ്പോഴാണ്. അപ്പോൾ യു മൈറ്റ് ബി ഏബിൾ ടു സോൾവ്, നിങ്ങൾക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയുമായിരിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ സാങ്കേതികപരമായിട്ട് മറ്റൊരു മോഡൽ ഓക്സിലറി വെർബിന്റെ കൂടെ ക്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ക്യാൻ ഉപയോഗിക്കാൻ പറ്റാത്ത, സാങ്കേതികമായി പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ബി ഏബിൾ ടു ഉപയോഗിക്കുന്നു. ക്യാൻ എന്നുള്ള പദത്തിന്റെ അതേ അർത്ഥമാണ് ബി ഏബിൾ ടു എന്നുള്ളതിനും ഉള്ളത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി നോക്കാം. ഇനി അടുത്തത് ബി ഗോയിങ് ടു. ബി ഗോയിങ് ടു എന്നുള്ളത് മോഡൽ ഓക്സിലറി ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും. ഓക്കെ, നമ്മളിവിടെ മോഡൽ ഓക്സിലറി ആയിട്ട് പഠിക്കുക, ഇതൊരു വെർബല്ലേ, ആ രീതിയിൽ നമുക്ക് പഠിച്ചാൽ പോരെ, സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ചോദ്യമാണ്. പക്ഷെ നമ്മൾ താൽക്കാലികമായി നമ്മൾ പഠന സൗകര്യാർത്ഥം നമ്മൾ ഗോയിങ് ടു എന്നുള്ളത് നമുക്ക് ഒരു സെമി മോഡൽ ഓക്സിലറി എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് കൂടുതൽ ഉപകാരം ചെയ്യുമെന്നുള്ളത് കൊണ്ട് മാത്രം ഓക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ബി ഗോയിങ് ടു എന്നാൽ ചെയ്യാൻ പോവുകയാണ്, ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നത്. ഈ ബി എന്ന് പറഞ്ഞാൽ ആം, ഈസ്, ആറ്, വോസ്, വേർ, ബി ആൻഡ് ബി, ഇതിന്റെ ഒക്കെ ഏത് രൂപങ്ങളും ഈ ഗോയിങ് ടു എന്നുള്ളതിന്റെ മുന്നേ വരാം. ഓക്കെ, ഐ ആം ഗോയിങ് ടു ഞാൻ പോവുകയാണ്, ഐ വാസ് ഗോയിങ് ടു ഞാൻ പോവുകയായിരുന്നു, ആൻഡ് ഐ വിൽ ബി ഗോയിങ് ടു ഞാൻ പോവുകയായിരിക്കും എന്നൊക്കെ അർത്ഥം വരാം. നോക്കുന്നു ഫ്യൂച്ചർ പ്ലാൻസ് ഓർ ഇന്റൻഷൻ, നമ്മളെ ഭാവിയിലുള്ള പ്ലാനുകളെ കുറിച്ചും നമ്മളെ ഇന്റൻഷൻസിനെ കുറിച്ചും പറയാനാണ് ആദ്യം ഇത് ഉപയോഗിക്കുന്നത്. ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ഹോബി നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ഞാനൊരു പുതിയ ഹോബി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഇൻ ദിസ് ഏരിയ നെക്സ്റ്റ് ഇയർ, ഈ ഏരിയയിൽ ഞാൻ അടുത്ത വർഷം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു റൈറ്റ് IELTS എക്സാം ഇൻ ദിസ് മന്ത്, ഈ മാസം ഞാൻ IELTS എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള അർത്ഥത്തിൽ പല കാര്യങ്ങളും. അപ്പൊ ഇത് എങ്ങനെ പ്രാക്ടിക്കൽ യൂസേജിലേക്ക് കൊണ്ടുവരാം? നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് പ്രഡിക്ഷൻസ് ബേസ്ഡ് ഓൺ എവിഡൻസ്, എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഡിക്ഷൻസ് ചെയ്യാനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? നമ്മൾ ഗോയിങ് ടു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഓക്കെ, നോക്കൂ, ലുക്ക് അറ്റ് ദോസ് ക്ലൗഡ്സ് ഇസ് ഗോയിങ് ടു റൈൻ സൂൺ. നോക്കൂ, മേഘങ്ങൾ നോക്കൂ, മഴ പെയ്യാൻ പോവാണ്. ഓക്കെ, വളരെ കറുത്തിരണ്ട മേഘങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇറ്റ്സ് ഓക്കെ, അത് മഴ പെയ്യാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ഇത്ര അധികം മേഘങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് നമ്മളെ പ്രഡിക്ഷൻസ് ബേസ്ഡ് ഓൺ എവിഡൻസ് ആയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രഡിക്ഷൻസ് നമ്മൾ ഗോയിങ് ടു ആണ് ഉപയോഗിക്കുന്നത്. സ്ട്രക്ചർ വരുന്നത് നോക്കൂ, ആദ്യം ബിയുടെ ഏതെങ്കിലും ഫോമുകൾ, ആം ആവാം, ഈസ് ആവാം, ആറാവാം, വോസ് ആവാം, വേറെ ആവാം,
അത് കഴിഞ്ഞതിന് ശേഷമാണ് ഗോയിങ് ടു ഉപയോഗിക്കുന്നത്. പിന്നെ ബേസ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഷീസ് ഇൻ ഗോയിങ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. നെഗറ്റീവ് ഫോം വരുന്നത് ഷീസ് ഇൻ ആണ്, അവൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല. ക്വസ്റ്റ്യൻ ഫോം സാധാരണ വെർബിന്റെ യൂസേജുകളാണ്. ഓക്സിലറി പ്രൈമറി ഓക്സിലറി ആയ ആം, ഈസ്, ആർ, വോസ് വേറെ ആദ്യം ഉപയോഗിക്കും. ആർ യു ഗോയിങ് ടു വാച്ച് ദ ഗെയിം ടുനൈറ്റ്? ഇന്ന് ഗെയിം കാണാൻ പോവുകയാണോ? ഓക്കെ, ആസ്ക് അബൌട്ട് സമൺസ് ഫ്യൂച്ചർ ഇന്റൻഷൻ. ഇതാണ് ബി ഗോയിങ് ടു എന്നുള്ളത് വരുന്നത്. ഓക്കെ, അതൊന്നും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അത് ഒന്ന് ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ നോക്കുക. അപ്പം നിങ്ങളുടെ പ്ലാനുകൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കാം അവസാനത്തേത് ഡയർ. ഓക്കെ, ധൈര്യം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഡയർ എന്നുള്ളത്. ഇതിന് ഫുൾ വെർബായിട്ടും ഉപയോഗിക്കും, ഒപ്പം തന്നെ ഓക്സിലറി ആയിട്ടും ഉപയോഗിക്കും. ഓക്കെ, ഇത് ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന സംഗതികളാണ് നമ്മൾ ഇന്നിവിടെ വരുന്നത്. എക്സ്പ്രസിങ് കറേജ്, ധൈര്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഷി ഡയർഡ് ടു സ്പീക്ക് അപ്പ് ഡ്യൂറിങ് ദ മീറ്റിംഗ്. അവൾ ധൈര്യം കാണിച്ചു. ഓക്കെ, മീറ്റിംഗിൽ സംസാരിക്കാനുള്ള ധൈര്യം അവൾ കാണിച്ചു, അവൾ ധൈര്യപ്പെട്ടു എന്നൊക്കെ അർത്ഥം. ഓക്കെ, ഷോസ് ബ്രേവറി ഇൻ ഡൂയിങ് സംതിങ് ഡിഫിക്കൽട്ട്. ബുദ്ധിമുട്ടായ എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള ഇത് ചെയ്തു എന്നർത്ഥം. ചാലഞ്ചസ് ആസ് എ സെമി മോഡലായിട്ട് നമ്മൾ വെല്ലുവിളികളെ പറയുമ്പോൾ ഹൗ ഡയർ യു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ്. എന്നോട് എങ്ങനെ സംസാരിക്കുന്നത്, എനിക്ക് ഇങ്ങനെ ധൈര്യം വന്നു. അപ്പൊ ഹൗ ഡയർ യു എന്നുള്ളത് ഒരു യൂസേജ് ആയിട്ടും ഒരു എക്സ്പ്രഷൻ ആയിട്ടും ഒപ്പം തന്നെ സെമി മോഡലായിട്ട് ഉപയോഗിക്കും. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇവിടെ ഹൗ ഡയർ യു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് ഹൗ ഡയർ യു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ്. എങ്ങനെയാണ് എനിക്ക് അങ്ങനെ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് ധൈര്യം വന്നത്. അതിന്റെ നെഗറ്റീവ് ആൻഡ് ഇന്റർഗേറ്റീവ് ഫോംസ്. ഐ ഡയർ ഗോ ദിസ് ടോം. ഈ കൊടുങ്കാറ്റത്ത് എനിക്ക് പോകാൻ ധൈര്യമില്ല. ഐ ഡയർ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ധൈര്യമില്ല എന്നർത്ഥം. ഷോസ് ഹെസിറ്റേഷൻ ഓർ ഫിയർ ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് മെയിൻലി. ഓക്കെ, ആൻഡ് ഡയർ യു ക്ലൈം ടു ടോപ്പ് ഓഫ് ദ ട്രീ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡയർ യു എന്ന് ചോദിക്കാം. ആ മരത്തിന്റെ ടോപ്പിൽ കയറാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോഡൽ ഓക്സിലറീസ് ആൻഡ് സെമി മോഡൽ ഓക്സിലറീസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 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 പ്രത്യേക കാര്യം നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. അതാണ് മോഡൽ ഓക്സിലറീസ് ആൻഡ് ഈ മോഡൽ ഓക്സിലറീസ് ആൻഡ് സെമി മോഡൽ ഓക്സിലറീസ്. ഇതിന്റെ എല്ലാം ഒരു പ്രത്യേകത, ഇതിനെല്ലാം ശേഷം വെർബിന്റെ ആദ്യ രൂപം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ മോഡൽ ഓക്സിലറി വെർബുകൾക്ക് ശേഷം സെമി മോഡൽ ഓക്സിലറി വെർബുകൾക്ക് ശേഷം വെർബിന്റെ ആദ്യ രൂപം, അതായത് റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റിട്ടൺ, റൈറ്റ്, ഇങ്ങനെ 5 രൂപങ്ങളുണ്ട്. അത് നിങ്ങൾ ചില ആളുകൾ V1, V2, V3 എന്നിങ്ങനെ പഠിക്കുന്നു. റൈറ്റ്, റോട്ട്, റിട്ടൺ. അങ്ങനെ വെർബിനെ ചുരുക്കി പഠിക്കരുത്. ചുരുക്കി പഠിക്കുമ്പോൾ നമുക്ക് പാസീവ് വോയിസ് അങ്ങനത്തെ സംഗതികളൊക്കെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ലോജിക്ക് നഷ്ടപ്പെടും. ഇംഗ്ലീഷ് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്, വളരെ ലോജിക്കലി കണക്ട് ആണ്. മാത്തമാറ്റിക്സ് പഠിക്കുന്ന പോലെ വളരെ ലോജിക്കലി കണക്ട് ആണ്. പക്ഷെ ആ ലോജിക് മിസ്സാവുന്നത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി കുറെ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നുള്ളത്. ആ ട്രിക്ക് നിങ്ങൾ ഒഴിവാക്കുക. റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റിട്ടൺ, റൈറ്റ്. ഈ ഇതുപോലെ എല്ലാ വെർബുകൾക്കും 5 രൂപങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്ലേ, പ്ലേസ്, പ്ലേറ്റ്, പ്ലേറ്റ്, പ്ലേ. ഓക്കെ, ഗോ, ഗോസ്, വെന്റ്, ഗോൺ, ഗോയിങ്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ രൂപം മാത്രമാണ് നമ്മൾ ഈ മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ഉപയോഗിക്കുന്നത്. ഇതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഗ്രാമർ. ഇതിന് ശേഷം ആകെ ഉപയോഗിക്കുന്നത് എന്താണ്? ഒന്നാമത്തെ രൂപം മാത്രമാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ രൂപത്തിന്റെ ഉപയോഗം എന്താണെന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, മൂന്നാമത്തെ രൂപത്തിന്റെ ഉപയോഗം എന്താണെന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, ഈ രണ്ടിനും മൂന്നിനും ആകെ ഒറ്റ അർത്ഥമേ ഉള്ളൂ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. പിന്നെ നാലാമത്തെ രൂപം എന്താണ് എന്നുള്ളതാണ്. നാലാമത്തെ രൂപം ഹാവ്, ഹാസ്, ഹാഡിന് ശേഷം മാത്രമാണ് നാലാമത്തെ രൂപം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അതിന് പ്രത്യേക അർത്ഥങ്ങളുണ്ട്. അതുപോലെ ING ഫോം, അതാണ് 5ാമത്തെ രൂപം. ഈ 5ാമത്തെ രൂപം ഇന്ന സ്ഥലത്ത് ഉപയോഗിക്കണം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ അർത്ഥ വ്യത്യാസങ്ങൾ ക്ലിയർ ആയി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫ്ലൂവൻസി ഡ്രില്ലുകൾ ചെയ്യണം. നമ്മുടെ നാവിനെ, നമ്മുടെ സംസാര അവയവങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൂവൻസി ഡ്രില്ലുകൾ നമ്മൾ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഫ്ലൂവൻസി ഡ്രില്ലുകൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ കാര്യങ്ങൾ കൂടി വളരെ കൃത്യമായിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ലളിതമായിട്ട് പഠിക്കാവുന്ന രീതിയാണ് ഒന്നാമത്തെ യൂസേജുകൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വളരെ നന്ദി എല്ലാവരും ഇത്ര സമയം അറ്റൻഡ് ചെയ്തതിന്. നാളെ നമ്മൾ സെയിം സമയത്ത് 6:30, നമ്മൾ 7:30 നമുക്ക് ഇവിടെ ചെറിയൊരു ഉത്സവം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ കുറച്ച് സൗണ്ട് ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ കാരണം സ്വാഭാവികമായിട്ട് നമുക്ക് നേരം വൈകേണ്ടി വന്നു. അടുത്ത ക്ലാസ് നമ്മൾ നാളെ 6:30 വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നന്ദി.